നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിടിക്കപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം പ്രസാദ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രഥമ എം പ്രസാദ് സ്മാരക രുദ്രപ്രസാദം പുരസ്കാര സമർപ്പണവും നടന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ സൗഹൃദ ഫാമിലി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചേർപ്പിന്റെ സൗഹാർദ്ദ തനിമ വിളിച്ചോതുന്നതായിരുന്നു ഇഫ്താർ സംഗമം. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ KG വിഭാഗം കുട്ടികളുടെ കോൺവൊക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. KG കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. വാർത്തകൾ വിശദമായി. പിടിക്കപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം പ്രസാദ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രഥമ എം പ്രസാദ് സ്മാരക രുദ്രപ്രസാദം പുരസ്കാര സമർപ്പണവും നടന്നു. ക്ഷേത്രമൂരാളൻ DS ശങ്കർ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടന്മാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ വികാരം, കേരളത്തിന്റെ വികാരം, താളമേള സമൂഹത്തിന്റെ, അതിൽ ശ്രോതാക്കളും വലിയ ആസ്വാദകരൊക്കെ വലിയ ആവേശമാണ്, അവരുടെ വികാരമാണ്. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നത് നൽകാൻ വേണ്ടി മാത്രം ഭഗവാന്റെ മുമ്പിൽ വെച്ച് നിർവഹിക്കാം എന്ന് പറഞ്ഞ് ഏറ്റവും ഒരു പരിപാടിയാണിത്. എനിക്ക് ഇക്കാലത്ത് തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ രാഷ്ട്രീയ പരിപാടികളുടെ ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദരിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങും. ഗുരുനാഥൻ്റെ സ്ഥാനത്താണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ ഗുരുനാഥന്മാരെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ കൊടിമരത്തിലുള്ള അഷ്ടദിക്പാലകരെ പോലെ അല്ലേ, മുക്കോടി ദേവതകൾ എന്ന് പറയുന്നത് പോലെ അത്രയധികം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ എതിരൊലികളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. അത് ഇങ്ങനെ മുക്കിലും മൂലയിലും എല്ലാം ഇതുപോലെയുള്ള ആദരവ് ഗുരു ശ്രേഷ്ഠന്മാർക്ക് നൽകുന്നത് വഴി ഒരു വലിയ സംസ്കാരമാണ് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള വിളംബരം കൂടിയാണ് നടത്തുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇത് കാണുമ്പോൾ അവരൊക്കെ വളർന്നു വന്ന് അടുത്ത സമൂഹം രൂപീകൃതമാവുമ്പോൾ ഈ സംസ്കാരം കൂടി ആ സമൂഹത്തിലേക്ക് പകർന്നെടുത്തുകൊണ്ട് ആവാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ, ഒരു വീട്ടിലെയും സാംസ്കാരികത എന്ന് പറയുന്നത് മറ്റ് മാലിന്യങ്ങളൊന്നും കടന്നു കയറാതെ, നുഴഞ്ഞു കയറാതെ നിലനിർത്തപ്പെടുന്നു. പിടിക്കപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ N പ്രസാദ് സ്മാരക രുദ്രപ്രസാദം പുരസ്കാരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് സുരേഷ് ഗോപി സമ്മാനിച്ചു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ പ്രസാദും ഞാനുമായിട്ടുള്ള അടുപ്പവും, ആ സ്നേഹവും, ആ കുടുംബവുമായിട്ടുള്ള ബന്ധവും എല്ലാം മനസ്സിലെ സന്തോഷവും ദുഃഖവും സമ്മിശ്ര വികാരത്തോടെ ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. എങ്കിലും നല്ല വ്യക്തിത്വങ്ങൾ, നന്മയുള്ളവർ നേരത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞ പോലെ പ്രസാദ് ചെയ്ത നന്മയുടെ ഫലം അദ്ദേഹത്തിന് നേരത്തെ ഭഗവാൻ ജഗദീശ്വരൻ മോക്ഷം നൽകി. അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ഈ പിടിക്കപ്പറമ്പ് പൂരവും ഇവിടെ നടക്കുന്ന ഓരോ സംരംഭങ്ങളും സന്തോഷത്തോടെ കാണുമെന്ന ആശയോടെ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയതിന് സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷയായി. A. നാഗേഷ്, വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A. കുമാരൻ, മുൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ, പെരുവനം ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M. രാജേന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ്, KG അരവിന്ദാക്ഷൻ, C. കണ്ണൻ, പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് കടവിൽ, 4ാം വാർഡ് മെമ്പർ സിജോ ഇടപ്പള്ളി, പൂരാഘോഷ കമ്മിറ്റി ട്രഷറർ അനിലൻ കടവിൽ എന്നിവർ അനുസ്മരണ ചടങ്ങിൽ സംസാരിച്ചു.
ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ സൗഹൃദ ഫാമിലി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചേർപ്പിന്റെ സൗഹാർദ്ദ തനിമ വിളിച്ചോതുന്നതായിരുന്നു ഇഫ്താർ സംഗമം. നോമ്പ് തുറക്കാനുള്ള ഒത്തുചേരൽ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമായി മാറുകയാണെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അഭിപ്രായപ്പെട്ടു. ജാതിമത ഭേദമന്യേ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ഇഫ്താർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷക്കീല അമീർ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് മെമ്പർ മിനി വിനയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, അംഗങ്ങളായ M സുജിത് കുമാർ, PAA ചുമ്മർ, ബൈജു സെന്റ് ജോൺ, MH സജീർ, KR സിദ്ധാർത്ഥൻ, ക്രിസ്റ്റീന, പ്രിയലത പ്രസാദ്, PV സതി, മീര ഉണ്ണികൃഷ്ണൻ, ജയശ്രീ ഷാജൻ, മൃദുല കിഷോർ, രുക്മിണി സുബ്രഹ്മണ്യൻ, ശരണ്യ വൈശാഖ്, ബീന ഉണ്ണികൃഷ്ണൻ, ഖത്തർ മഹല്ല് വെൽഫെയർ അംഗം ബദറുദ്ദീൻ, പ്രധാനാധ്യാപിക VD ലതിക, KA രാജി, അധ്യാപികമാരായ നിർമ്മല, രഞ്ജിനി, PA അബ്ദുൽ അഹമ്മദ്, VA ഷാജി, നിജി തോമസ്, ജസീല, ഷംനാസ് എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ KG വിഭാഗം കുട്ടികളുടെ കോൺവൊക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. KG കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. 2 വർഷത്തെ KG കോഴ്സ് പൂർത്തിയാക്കിയ മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മുഖ്യാതിഥിയായ പ്രൊഫസർ CB ബേബി സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മികച്ച ഹൌസായി തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ചെയർപേഴ്സണും സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ K രമാദേവി അധ്യക്ഷയായി. മോണ്ടിസോറി ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 4.5 പതിറ്റാണ്ട് കാലമായി വലപ്പാട് കോതകുളം ബീച്ചിൽ പ്രവർത്തിക്കുന്ന സംസ്കാര സർഗവേദി ലൈബ്രറിക്ക് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. നാട്ടിക MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. നിർമ്മാണം പൂർത്തിയായ ലൈബ്രറി കെട്ടിടം CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. TS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സംവിധായകനും നോവലിസ്റ്റുമായ സിദ്ദിഖ് ഷമീർ അദ്ദേഹത്തിന്റെ പുതിയ നോവൽ മുഹബത്ത് ലൈബ്രറിയിലേക്ക് സമ്മാനിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, വൈസ് പ്രസിഡന്റ് കേളി ഷാജി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിഷ ശിവജി, ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ദിലീപ് കുമാർ, PN പ്രോവിന്റ്, KM അബ്ദുൽ മജീദ്, ലൈബ്രറി സെക്രട്ടറി AP സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കൃഷിയിടങ്ങളിലെ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കർഷകർ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. തെങ്ങിൻ തൈകൾ, കവുങ്ങിൻ തൈകൾ, കുലയ്ക്കാറായ വാഴകൾ എന്നിവ കൂടാതെ വിവിധയിനം പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ വ്യാപകമായാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുള്ളത്. രാമചന്ദ്രൻ ചിറ്റേഴത്ത്, വടക്കേത്തലയ്ക്കൽ കുഞ്ഞുമുഹമ്മദ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികൾ കൂടുതൽ നാശനഷ്ടം വരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രദേശത്ത് ഇരുചക്രവാഹന യാത്രികർ കാട്ടുപന്നിക്കൂട്ടം മൂലം അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രയ്ക്കിടെ കാരയിൽ ഷൺമുഖദാസ് എന്നയാൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കാട്ടുപന്നി തട്ടി അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിന് കേടുപാടുകളും സംഭവിച്ചിരുന്നു. ആക്രമണകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയമപരമായ സാധ്യതയുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അംഗീകൃത ഷൂട്ടർമാർ തങ്ങളുടെ തോക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിരിക്കുകയാണ്. ഇക്കാര്യം ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു ഷൂട്ടർക്ക് തോക്ക് തിരിച്ചു നൽകി. ജനങ്ങളുടെ ജീവനും കൃഷിയിടവും സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. തൃശൂർ ചിമ്മിനിയിൽ ഭീതി വിതച്ച് കാട്ടാന ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. ചിമ്മിനിയിലെ ഉൾക്കാട്ടിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. ഫോറസ്റ്റ് വാച്ചറായ ഇച്ചിപ്പാറ ആദിവാസി ഉന്നതിയിലെ 42 വയസ്സുള്ള കുമാറാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ ഉൾക്കാടായ വിറകുതോട് ഭാഗത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഇവിടെ ഫയർലൈൻ ജോലിക്കിടയിലാണ് ഫോറസ്റ്റ് വാച്ചറായ കുമാറിനെ കാട്ടാന ആക്രമിച്ചു കൊന്നത്. കുമാറിനൊപ്പം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, മറ്റ് 2 വാച്ചർമാർ എന്നിവർ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഏങ്ങണ്ടിയൂർ എത്തായി സെന്ററിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒപ്പ് ശേഖരണം നടത്തി.
ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഏങ്ങണ്ടിയൂർ 5-ാം കല്ല് ചന്തപ്പടി എന്നിവിടങ്ങളിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഫയർ സ്റ്റേജ് പുനർനിർണ്ണയിക്കുന്ന കേന്ദ്രം കൂടിയായ എത്തായി സെന്ററിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പുശേഖരണവും നടത്തി. ദേശീയപാത അധികൃതർക്ക് സമർപ്പിക്കാനാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത്. DCC അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാര അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി OK പ്രൈസൺ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന തുളസീദാസ്, NGO അസോസിയേഷൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PV അജയൻ, ബ്ലോക്ക് കോൺഗ്രസ് മുൻ സെക്രട്ടറി UK സന്തോഷ്, സാലിഷ് തുഷാര, സന്ദീപ് ആറുകെട്ടി, UC മനോജ് എന്നിവർ സംസാരിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ നികുതി സ്വീകരിക്കാൻ അവധി ദിനങ്ങളിൽ കൂടി സൗകര്യം ഏർപ്പെടുത്തി. ഈ മാസം 14, 15, 20, 22, 29 എന്നീ അവധി ദിവസങ്ങളിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,870 രൂപ, പവന് 1,18,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിടിക്കപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ M പ്രസാദ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രഥമ M പ്രസാദ് സ്മാരക രുദ്രപ്രസാദം പുരസ്കാര സമർപ്പണവും നടന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ സൗഹൃദ ഫാമിലി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചേർപ്പിന്റെ സൗഹാർദ്ദ തനിമ വിളിച്ചോതുന്നതായിരുന്നു ഇഫ്താർ സംഗമം. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ KG വിഭാഗം കുട്ടികളുടെ കോൺവൊക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. KG കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.